ശ്രീ ഷാബു പ്രസാദ്, കേരളത്തിന് എന്ത് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ധാതു ഖനനത്തിനും ഗവേഷണത്തിനും ഉൽപാദനത്തിനുമായി കേരളം, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റെയർ എർത്ത് കോറിഡോർ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് വലിയൊരു പ്രഖ്യാപനമായി കാണുന്നത്. അതുതന്നെ കേരളത്തിലെ ധാതു ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ആലോചനയാണോ എന്നാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ സംശയിക്കുന്നത്. ഇനി കടലാമ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം, അതൊക്കെ ഇവിടെ ഇതിനകം തന്നെ ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ വീണ്ടും ഒരു പരിചരണ കേന്ദ്രം എന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണ്? ഇനി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നതിൽ കേരളത്തിന് കൂടി ഒരു സാധ്യത പ്രതീക്ഷിക്കാം. എയിംസുമില്ല, അതിവേഗ റെയിൽ പ്രഖ്യാപനങ്ങളുമില്ല. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ BJP നേതൃത്വം പറഞ്ഞതും അങ്ങ് കേട്ടതാണ്. ഇവിടെ കിട്ടിയത് എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന മറു ചോദ്യമാണ്. ഇനി മാത്രമല്ല, ഇനിയെല്ലാം പുതുതായി വരണമെങ്കിൽ ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. അതായത് ഞങ്ങളെ നിങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്താൽ മാത്രം പുതിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതൊരു ഭീഷണിയുടെ സ്വരമല്ലേ ശ്രീ ഷാബു പ്രസാദ്? ഇപ്പൊ ഇവിടെ ഇരുന്ന രണ്ട് രാഷ്ട്രീയ പ്രതിനിധികൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തിയതുമാതിരി ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതികരണവും അവർ നടത്തിയിരിക്കും. അങ്ങനെയാണല്ലോ പതിവ്. അതിൻ്റെ തെറ്റൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ എന്തിനേയും നോക്കിക്കാണാനും അതിൻ്റെതായ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ശ്രീ ശിവദാസനും ശ്രീ അനിൽ ബോസും അവരവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. അവർ പറഞ്ഞു. BJPയുടെ കാഴ്ചപ്പാട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞു. ഇനി ഏത് ശരി, എങ്ങനെ, ഏതെന്നൊക്കെ ഉള്ളത് ഇത് കേൾക്കുന്നവരും കാണുന്നവരും തീരുമാനിക്കും. ഇനി മറ്റൊന്ന്, ഈ കിട്ടിയത് ഇവിടെ നടത്തിയോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമുണ്ട്. 2 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയ ഒന്നാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം കംപ്ലീറ്റ് സമ്പൂർണമായും, അതായത് ഫ്രീ ചികിത്സ എന്നുള്ളത്. അത് കേരളം മാത്രമേ ഉള്ളൂ. അത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് നടത്തേണ്ടത്. കേരളം മാത്രമേ അത് നടപ്പാക്കാത്തതായിട്ടുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. 70 കഴിഞ്ഞ വയോധികരുടെ പ്രശ്നമാണ്. കേരളത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല. ഒരു ഉദാഹരണം. പിന്നെ ഈ പറഞ്ഞ അതിവേഗ റെയിൽ, ഈ 7 അതിവേഗ പാത എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനാണ്. ഇപ്പോൾ അഹമ്മദാബാദ് ബോംബെ റൂട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റുകളാണ്. ഈ 7 പാതകളും ഈ 7 റൂട്ടുകളും നേരത്തെ സാധ്യതാ പഠനം, DPR, ഭരണാനുമതി എല്ലാം കിട്ടിയ സാധനമാണ്. കിട്ടി അംഗീകാരവും കിട്ടിയ പദ്ധതികളാണ്. ഇപ്പൊ കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. പ്രോജക്ട് റിപ്പോർട്ട്, DPR, ഭരണാനുമതി ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു ബജറ്റിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഇവിടെ ഇന്ന് ഞാൻ ശ്രീ ബ്രിട്ടാസ് പറഞ്ഞ ഒരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതും ഉണ്ടായില്ല എന്ന്. സത്യത്തിൽ ബ്രിട്ടാസ് പറഞ്ഞത് ഈ കേന്ദ്ര ഗവൺമെന്റിനുള്ള വലിയ ഒരു അപ്രീസിയേഷനാണ്. അതായത് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കാലത്ത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ല. അങ്ങനെയാണ് അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇപ്പൊ ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിലും BJPക്ക് ഏറെ സാധ്യതകൾ അവർ തന്നെ പ്രതീക്ഷിക്കുന്ന, ഒരു വലിയ സാധ്യതകൾ പ്രതീക്ഷിക്കുന്ന ബംഗാളുണ്ട്. ഇവിടെ ഒന്നും ഒരു സംസ്ഥാനങ്ങളെയും അങ്ങനെ അധികം പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ബജറ്റ് അല്ല ഇത്. 100%. പിന്നെ ഇത് കേന്ദ്ര ബജറ്റാണ്, രാജ്യത്തിന്റെ ബജറ്റാണ്, ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റല്ല. ഇതിന്റെ അകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ സംരംഭകത്വത്തിന് വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം കേരളത്തിലും ബാധകമാണ്. സ്മൃതി, തമിഴ്നാടിന് 2 ഉണ്ട് കേട്ടോ. ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നോ DPR സബ്മിറ്റ് ചെയ്ത് ഭരണാനുമതി ലഭിച്ചതാണെന്നേ. ഇവിടെ ഇന്ത്യയിലെ അതിവേഗ റെയിൽവേ പ്രഖ്യാപിച്ച 2017 ആ സമയത്ത് തന്നെ ഈ കോറിഡോറുകളുടെ കാര്യം, സാധ്യതാ പഠനം, അതുപോലെ പരിസ്ഥിതി ആഘാത പഠനം, DPR, ഭരണാനുമതി, ഈ പ്രക്രിയകളിൽ കൂടെ കടന്നുപോയതിനു ശേഷമാണ് ഒരു ശരി പേരെന്തിട്ട് വിളിച്ചാലും കേരളയുമായി ബന്ധപ്പെട്ടും കേരളം കുറെ മുന്നേ തന്നെ മുന്നോട്ട് പോയതല്ലേ? കേരളയിൽ ആദ്യം ചില ഉറപ്പുകൾ ലഭിച്ചതുമാണല്ലോ. ഇല്ല, കേരളയിലെ DPR റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ്. ആ DPR പ്രായോഗികമല്ല. അതിന്റെ ലിഡാർ സർവേ മാത്രമേ നടന്നിട്ടുള്ളൂ. മര്യാദക്കുള്ള സർവേ പോലും നടന്നിട്ടില്ല. ആ പ്രോജക്ട് റിജക്ട് ചെയ്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞതാണല്ലോ.
അത് നടക്കില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് റിജക്ട് ചെയ്തതാണ്. വയബിൾ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള റിപ്പോർട്ട് പദ്ധതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വിട്ടാണ്. അതാണ് ഇപ്പൊ ഈ തലേ ദിവസം ഇലക്ഷന്റെ ബജറ്റിന്റെ തലേ ദിവസം 100 കോടി ഇരിക്കട്ടെ ബജറ്റ്, എന്നിട്ട് പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കുക. ഇങ്ങനെയൊന്നും അല്ല. ശരി, അത് വാദത്തിന് സമ്മതിക്കാമെങ്കിലും എയിംസിന്റെ കാര്യമോ? എയിംസിന്റെ കാര്യത്തിൽ ഇവിടെ കേന്ദ്ര സഹമന്ത്രിമാർ എവിടെ എയിംസ് വരണമെന്ന കാര്യത്തിൽ തർക്കം നടക്കുകയായിരുന്നില്ല. ആലപ്പുഴയാണോ തൃശ്ശൂരാണോ എയിംസ് വന്നിരിക്കും എന്ന സിനിമാ സ്റ്റൈലിലെ ഡയലോഗ് നമ്മൾ കണ്ടതല്ലേ? അതെ അതെ, ഒരു കാര്യമുണ്ട്. അതാ പറഞ്ഞ ആലപ്പുഴയാണോ തൃശ്ശൂരാണോ കോഴിക്കോടാണോ തിരുവനന്തപുരത്താണോ, ഇത് എവിടെയാണ്? ഇത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ആരാ സ്മൃതി? ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഞങ്ങൾ എയിംസിന് പറ്റിയ 300 ഏക്കർ സ്ഥലം ഞങ്ങൾ ഇവിടെ കണ്ടെത്തി. ഇതാ കിണാലൂര് കുറച്ച് സ്ഥലമുണ്ട്, തൃശ്ശൂർ വേറെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആ സ്ഥലം സ്പെസിഫിക് ആയിട്ട് അത് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ഏറ്റെടുത്ത് അതിന്റെ ആ നടപടിക്രമങ്ങളിലൂടെ പോയി കേന്ദ്ര ഗവൺമെന്റ് കൈമാറി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ കണ്ണിപ്പിടിയിടം ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണ്ടേ? അടിസ്ഥാനപരമായ ആ കാര്യം പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ 3 ആയുർവേദ എയിംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ പ്രവർത്തിച്ച സ്ഥലവും ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും കേരളത്തിന് ഒരെണ്ണം അർഹതപ്പെട്ടതാണത്. പക്ഷെ അത് വേണ്ട രീതിയിൽ സമയബന്ധിതമായി രാഷ്ട്രീയ പരിഗണനകളും ഇങ്ങനത്തെ കളികളെല്ലാം മാറ്റിവെച്ച് ചെയ്താൽ അതിന്റെ ഒരെണ്ണം കേരളത്തിൽ വരും. വാചകമടി അല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, എയിംസിന് സ്ഥലം ഏറ്റെടുത്തോ കൊടുത്തോ? സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സ്ഥലം കണ്ടെത്തി പറഞ്ഞല്ലോ. അത് വേണമെങ്കിൽ ആർക്കാ പറയാൻ പറ്റത്? എനിക്കിത് കോഴിക്കോട് കടപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൂടെ? മറ്റു സംസ്ഥാനങ്ങളൊക്കെ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി കേന്ദ്രത്തെ അറിയിച്ച ശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലേ? ആ നടപടിക്രമങ്ങളിലൂടെ ഇതിന്റെ ഒരു വലിയ വൻ പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ 7 റെയിൽവേ കോറിഡോറും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അതാ പറഞ്ഞത്, DPR സബ്മിറ്റ് ചെയ്തിട്ടില്ല. DPR ആവുന്നതേ ഉള്ളൂ. അത് എപ്പോ വേണം, അതിന് ബജറ്റിന്റെ കൺസ്ട്രെയിന്റ് ഒന്നും ഇല്ല. DPR സബ്മിറ്റ് ചെയ്താൽ എപ്പോ വേണമെങ്കിൽ ഭരണാനുമതി ഇത് കിട്ടും. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. അതിനെന്തായാലും 6-7 മാസം എടുക്കും കേരളത്തിലെ. പിന്നെ വേറെ ഇത് പറഞ്ഞല്ലേ, ഈ പ്രഖ്യാപിച്ചിരിക്കുന്നതല്ല ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ശ്രീധരന്റെയോ അല്ലെങ്കിൽ ആറാട്ടി അതുപോലത്തെ അല്ല. ബുള്ളറ്റ് ട്രെയിൻ 380 km/h വേഗതയുള്ള മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെയുള്ള അതിവേഗ ഇടനാഴികളാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന് പ്രായോഗികമല്ല. കേരളത്തിന് മാത്രമായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കൊച്ചി ബാംഗ്ലൂർ റൂട്ടിലൊക്കെ അതൊക്കെ സാധ്യതാ പഠനങ്ങൾ നടക്കണം. അതിന് ഭാവിയിലേ പറ്റുള്ളൂ. അതൊന്നും നടന്നിട്ടില്ല. ശരി, അങ്ങനെ ഒരു ആവശ്യമായിട്ട് പോയിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലേ അതൊക്കെ നടക്കുള്ളൂ. ശരി, അതിന് ശിവദാസ് മറുപടി പറയട്ടെ. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.